ഏരീസ് ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ പുനലൂർ ഐക്കരക്കോണം ബ്രാഞ്ച് ഓഫീസിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. പുനലൂർ നഗരസഭയിലെ ഐക്കരക്കോണം, കക്കോട് വാർഡുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 165 വിദ്യാർത്ഥികൾക്കാണ് പഠനോപകരണങ്ങൾ നൽകിയത്. ദേവനന്ദന, അടുത്തത് വേദിക, അനാമിയ, വർഷങ്ങളായി വിദ്യാർത്ഥികൾക്ക് നൽകുന്നത് മികച്ച നിലവാരത്തിലേക്കുള്ള ഒരു വർഷത്തേക്ക് ഉപയോഗിക്കാനുള്ള സാധനങ്ങളാണ്. വിവിധ ബുക്കുകൾ, ഇൻസ്ട്രുമെന്റ് ബോക്സ്, പേന, പെൻസിൽ, പേപ്പർ റോൾ, ഡ്രോയിങ് ബുക്കുകൾ തുടങ്ങിയ വിവിധ പഠന സാമഗ്രികൾ അടങ്ങിയ കിറ്റുകളാണ് വിതരണം ചെയ്തത്. പുനലൂർ പോലീസ് ഡിവൈഎസ്പി സ്റ്റുവാർട്ട് കില്ലർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. നിങ്ങളുടെ മക്കളുടെ കഴിവുകൾ കണ്ടെത്തി വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു വിഷൻ ഉള്ള ഒരു നേതൃത്വം ഇവിടെ ഉണ്ട്. നിങ്ങൾ അതിനെ ഉപയോഗപ്പെടുത്തേണ്ട കാര്യം മാത്രമേ നിങ്ങൾക്കുള്ളൂ. ഇപ്പോൾ ഒരു പോലീസ് ഓഫീസർ നിലയ്ക്ക് ഈ ഏജിലുള്ള കുട്ടികൾ, പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിലുള്ള കുട്ടികൾ ഉള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഒരു പോലീസ് ഓഫീസർ നിലയ്ക്ക് ഞാൻ കാണുന്ന പല പ്രശ്നങ്ങളുമുണ്ട്. ഈ ഏജിലുള്ള കുട്ടികളെ പലപ്പോഴും ബാധിക്കുന്ന 2-3 വിഷയങ്ങളുണ്ട്. ഒന്ന്, എല്ലാവരും ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് മയക്കുമരുന്നിൻ്റെ കടന്നുകയറ്റം. മയക്കുമരുന്നും അല്ലെങ്കിൽ കഞ്ചാവ് പോലുള്ള ഡ്രഗ്സിൻ്റെ ഒരു കടന്നുകയറ്റം എല്ലാ മേഖലയിലും പോലീസ് നമ്മുടെ ഈ ഒരു പുനലൂർ ഏരിയ എന്നുള്ള മാത്രമല്ല, ഇപ്പം ഞാൻ വർക്ക് ചെയ്ത മിക്കവാറും എല്ലാ മേഖലകളിലും ഇതിൻ്റെ ഒരു കടന്നുകയറ്റം വരുന്നുണ്ട്. അപ്പം ആ അത്തരത്തിലുള്ള കടന്നുകയറ്റം നമ്മുടെ വിദ്യാർത്ഥികളെ ബാധിക്കാതിരിക്കാൻ ഒരു പ്രത്യേക ഏജ് ഗ്രൂപ്പ് വരെ നമ്മൾ കണ്ണിലെണ്ണ ഒഴിച്ച് കാത്തിരിക്കേണ്ടത്. മുൻകാലങ്ങളിൽ വിദ്യാർത്ഥിനികൾക്ക് അധ്യാപകന്മാരുമായിട്ട് നല്ലൊരു അടുപ്പം, ഒരു ബന്ധം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആ ബന്ധം നമുക്ക് അത്ര കണ്ടത് പ്രതീക്ഷിക്കാൻ പറ്റില്ല. വിദ്യാർത്ഥികളിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും പഴയ കാലഘട്ടത്തിൽ അധ്യാപകർക്ക് തിരിച്ചറിയാൻ കഴിയുമായിരുന്നു. ഇന്നത് തിരിച്ചറിയേണ്ട കടമ മാതാപിതാക്കൾക്ക് തന്നെയാണ്. ഏരീസ് പുന്നൂർ ഫാമിലിയുടെ ഇത്തരം പ്രവർത്തനങ്ങളെ ഡിവൈഎസ്പി അഭിനന്ദിച്ചു. വിദ്യാർത്ഥികളുടെ പഠനാവശ്യത്തിനായി സഹായങ്ങൾ തുടർന്നും ഉണ്ടാകുമെന്ന്, കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിനു വേണ്ടിയുള്ള കരിയർ ഗൈഡൻസ് ഓഫീസ് നേതൃത്വത്തിൽ നൽകി വരുന്നുണ്ടെന്നും അത് രക്ഷാകർത്താക്കളെയും കുട്ടികളെയും പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും ഏരീസ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ എൻ പൃഥ്വിരാജ് പറഞ്ഞു. പ്രോജക്ട് മാനേജർ അരുൺ കരവാളൂർ അധ്യക്ഷനായ ചടങ്ങിൽ സ്റ്റാഫ് പ്രതിനിധി പ്രീത ബാബു സ്വാഗതവും മാനേജ്മെന്റ് ട്രെയിനി രേഖ കൃതജ്ഞതയും പറഞ്ഞു. ബ്രാഞ്ച് മാനേജർ ഡി രാജേഷ് കുമാർ, അസിസ്റ്റന്റ് മാനേജർ MS സജിനി, ഓപ്പറേഷൻ കോർഡിനേറ്റർ രജീഷ് ശങ്കർ, ആതിര സന്ദീപ്, സൗമ്യ മോഹൻ, രാജി രാജൻ, അശ്വതി ആർ, നികിത, സൂര്യ, അനീഷ ബാബു തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. B ചന്ദ്രബാബു, R വിജയകുമാർ, S സജീവ് തുടങ്ങിയവർ ആശംസകളും നേർന്നു.